നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വൈകുന്നേരത്തോടുകൂടി പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രസഹിതമാണ് എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ വാർത്ത പുറത്തു വന്നത്. ഇതിനു മുൻപും അദ്ദേഹം ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നിൽ എന്താണ്, എന്നാൽ ഇപ്പോൾ എന്താണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം പരിശോധിക്കാം. ഇന്നലെ വന്ന വാർത്ത പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അസീം മുനീറിന്റെ കൈകളാൽ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. വളരെ വേഗത്തിലാണ് ഈ വാർത്ത പുറത്തു വന്നത്. ആ വാർത്ത അത്തരത്തിൽ പുറത്തു വരാനുള്ള കാരണവും വ്യക്തമാകുന്നുണ്ട്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന മറ്റുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കോ ഒന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എവിടെ, ജയിലിനുള്ളിൽ എന്താണ് അവസ്ഥ, ജീവനോടെ തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉയർന്നു വന്നത്. ചില ചിത്രസഹിതമാണ് ഇന്നലെ ആ വാർത്ത പുറത്തു വന്നത്. പാകിസ്ഥാൻ തെരുവുകൾ ഇന്നലെ പ്രക്ഷോഭകാരികളാൽ നിറഞ്ഞു നിന്നു. പക്ഷേ ആ വാർത്തയുടെ സത്യാവസ്ഥ 24 മണിക്കൂർ തികയും മുമ്പേ ഭരണാധികാരികൾ വളരെ തിരക്കിട്ട് പുറത്തുവിട്ടു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിലും മറ്റും വ്യാപകമായി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇന്നലെ അദിയാല ജയിൽ അധികൃതർ രംഗത്ത് വന്നത്. ഇമ്രാൻഖാൻ സുഖമായും ആരോഗ്യത്തോടെയും ഇരിക്കുന്നു എന്നാണ് ജയിൽ അധികൃതർ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ജയിൽ അധികൃതർ പറഞ്ഞിട്ടുള്ള അവരുടെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ലെന്നും കൃത്യമായ പരിചരണത്തിലാണ് അദ്ദേഹം കഴിയുന്നതെന്നും ജയിൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 14 വർഷം തടവ് ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ സന്ദർശിക്കുന്നതിന് സഹോദരിമാർക്കടക്കം അനുമതി നിഷേധിച്ചു എന്ന ആരോപണത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇമ്രാൻഖാൻ ദുരൂഹമായി കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം ജയിലിൽ നിന്ന് മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാൻ ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടുകൂടിയിട്ടാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. മെയ് മാസത്തിലും ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇമ്രാൻഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിച്ചുവെന്ന് അവകാശപ്പെടുന്ന പാക് സർക്കാരിന്റെ രേഖയായിരുന്നു അന്ന് പുറത്തു വന്നത്. പിന്നീട് ഈ രേഖ വ്യാജമാണെന്ന് പാക് അധികൃതർ വ്യക്തമാക്കി. അഭ്യൂഹങ്ങൾ ശക്തമായതോടെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇമ്രാൻഖാനെ ഉടൻ സന്ദർശിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിനിധികളുടെ ഔദ്യോഗിക പട്ടിക പാർട്ടി ജയിൽ സൂപ്രണ്ടിനെ സമർപ്പിക്കുകയും കൂടിക്കാഴ്ചകൾ വേഗത്തിൽ ക്രമീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കുഴപ്പങ്ങൾക്ക് പിന്നിൽ ഫീൽഡ് മാർഷൽ അസീം മുനീർ ആണെന്നും ഖാന്റെ അടുത്ത അനുയായിയായ ഡോക്ടർ സൽമാൻ അഹമ്മദും CNN ന്യൂസിനോട് പറഞ്ഞു. ഒരു മാസമായി ഇമ്രാൻഖാനെ കാണാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച സഹോദരിമാർ പാർട്ടി പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം തടവിൽ കഴിയുന്ന അദിയാല ജയിലിന് പുറത്ത് തമ്പടിച്ചിരുന്നു. കൂടിക്കാഴ്ച എത്രയും വേഗം ക്രമീകരിക്കാമെന്ന് പോലീസ് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് പ്രതിഷേധം പിൻവലിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നത്. ഇതോടെ പാകിസ്ഥാനിലെ മിക്ക നഗരങ്ങളിലും ജനക്കൂട്ടം തെരുവിലിറങ്ങി. ഇമ്രാൻഖാന്റെ പാർട്ടി അനുയായികൾ റാവൽപിണ്ടിയിലെ അദിയാല ജയിലിലേക്കും ഇരച്ചു കയറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബലൂചിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഖാന്റെ കൊലപാതകത്തെക്കുറിച്ചും പോസ്റ്റ് ചെയ്തിരുന്നു. പാക് സൈനിക മേധാവി അസീം മുനീറും ISI ഭരണകൂടവുമാണ് ഇമ്രാന്റെ കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു റിപ്പോർട്ട്. ഇമ്രാൻഖാന്റെ ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ബലൂചിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്തത്. പാകിസ്ഥാനിലെ പരമോന്നത അധികാരിയായി കരസേനാ മേധാവി അസീം മുനീർ നിശബ്ദമായി സ്വയം അവരോധിച്ചിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടം തടവിലാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയുടെ സ്ഥലത്തെക്കുറിച്ചോ ക്ഷേമത്തെക്കുറിച്ചോ ഒരു ദിവസത്തിൽ കൂടുതൽ മൗനം പാലിക്കാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ 24 മണിക്കൂർ തികയും മുമ്പ് എന്താണ് ഇമ്രാൻഖാന്റെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ജയിൽ അധികാരികൾ നിർബന്ധിതരായത്. 4 ആഴ്ചയായിട്ടാണ് ഇമ്രാൻഖാനെ കുറിച്ചോ ക്ഷേമത്തെക്കുറിച്ചോ ഒരു വിവരവുമില്ലായിരുന്നു. അദ്ദേഹം മരിച്ചിരിക്കാമെന്ന് അവകാശപ്പെട്ടതിനെ തുടർന്ന് വ്യാഴാഴ്ച ആയിരക്കണക്കിന് ആളുകളാണ് റാവൽപിണ്ടിയിലെ അദിയാല ജയിലിന് പുറത്ത് തടിച്ചുകൂടിയത്. ഇതിനിടയിൽ പുറത്ത് ഇമ്രാൻഖാനെ കാണാനെത്തിയ സഹോദരിമാർ അവർ തമ്പടിക്കുകയും അവർക്കെതിരെ വളരെ മോശമായിട്ടും ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്നാൽ ആഴ്ചതോറുമുള്ള യോഗങ്ങൾ നടത്തണമെന്ന കോടതി ഉത്തരവ് എന്തുകൊണ്ടാണ് അവർ ലംഘിച്ചത് എന്നതിനെ ജയിൽ അധികാരികൾക്കോ പഞ്ചാബിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കോ വളരെ കാലമായി ഉത്തരമില്ലായിരുന്നു. ഇമ്രാൻഖാന്റെ കുടുംബത്തിനും പാർട്ടി നേതാക്കൾക്കും അഭിഭാഷകർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഖാന്റെ മരണത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ അവസാനമായി പ്രചരിച്ചപ്പോൾ സർക്കാർ ഒരു വിശദീകരണം നൽകാനും തിടുക്കം കാണിച്ചു. എന്തുകൊണ്ടാണ് ഇസ്ലാമാബാദ് ഇത്രയും കാലം മൗനം പാലിച്ചത്? ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് നവംബർ 20 അവരുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇമ്രാൻഖാനെ കുറിച്ചുള്ള അസീം മുനീറിന്റെ ഭയം വളരെ ആഴത്തിലുള്ളതാണ്. ഇമ്രാൻഖാനൊപ്പം നിൽക്കാൻ ധൈര്യപ്പെടുന്ന ആരെയും തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, ജയിലിലടക്കൽ എന്നിവയിലേക്ക് അയാൾ നീങ്ങുന്നു. ഒരു ജനറലിന്റെ വേഷം ധരിച്ച ശക്തിയില്ലാത്ത അരക്ഷിതനായ ഒരു സ്വേച്ഛാധിപതിക്ക് സത്യത്താൽ ഉണർന്ന ഒരു ജനതയെ നിശബ്ദമാക്കാൻ കഴിയില്ല എന്നാണ് കുറിച്ചത്. മുനീറും ഖാനും തമ്മിലുള്ള തർക്കം വ്യക്തിപരമാണ്. ബുഷ്ര ബീബിക്കെതിരായ അഴിമതി അന്വേഷണങ്ങളുടെ പേരിൽ 2019 ഖാൻ മുനീറിനെ ISI മേധാവി സ്ഥാനത്ത് നിന്നും പുറത്താക്കി. സൈനിക മേധാവിക്ക് ശേഷം പാകിസ്ഥാനിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ സൈനിക തസ്തികയാണ് ISI മേധാവി. തർക്കം സ്ഥാനപരവുമാണ്. ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ജനപ്രീതിയും സൈന്യം തങ്ങളുടെ പിടിക്ക് ഭീഷണിയായി കാണുന്നുണ്ടായിരുന്നു. ഇമ്രാൻഖാനെ ജയിലിൽ അടയ്ക്കണമെന്ന് മുനീർ ആഗ്രഹിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇമ്രാൻഖാനെ കാണാൻ ആയിരക്കണക്കിന് അനുയായികൾ അടിയാല ജയിലിന് പുറത്ത് തമ്പടിച്ചപ്പോൾ കഠിനവും കുഴപ്പങ്ങൾ നിറഞ്ഞതുമായ ഒരു ഭരണകൂട അടിച്ചമർത്തൽ അവിടെ അരങ്ങേറി. അതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിരുന്നു. നവംബർ 27 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം തൊട്ടുകൂടാത്ത പദവിയിലേക്ക് ഉയർന്ന അസീം മുനീറിന് ഇതൊരു നിർണായക നിമിഷമായിരുന്നു. ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്തുകൊണ്ട് അത് അദ്ദേഹത്തെ ആജീവനാന്ത പ്രതിരോധശേഷി, സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവയുടെ മേൽ കമാൻഡ്, സുപ്രീം കോടതിയിൽ പുതിയ നിയന്ത്രണങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രതിരോധ സേനാ മേധാവിയായി ഫലപ്രദമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് അദ്ദേഹത്തെ കിരീടമണിയിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങൾക്കും TTPയിൽ നിന്നുള്ള ഭീഷണികൾക്കുമിടയിൽ ഇത് മുനീറിന്റെ സൈനിക മേധാവിത്വം ഒന്നും കൂടി ഉറപ്പിക്കുന്നതായിരുന്നു. ചില പഠാന്മാർക്കിടയിൽ ഇതിന് പിന്തുണയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മുനീർ ജാഗ്രതയോടെ നീങ്ങുന്നത്. 2023 ഓഗസ്റ്റ് മുതൽ അഴിമതി കേസിൽ 840 ദിവസത്തിലേറെയായി ജയിലിലായ ഇമ്രാൻഖാൻ പലർക്കും ഒരുതരം പത്താൻ ധിക്കാരത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത് വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് ജീവന് ഭീഷണിയുടെയും തുടർച്ചയായ നടപടികൾ ഉണ്ടായിട്ടില്ല. PTI ഇപ്പോഴും അധികാരത്തിൽ തുടരുന്ന ഒരേ ഒരു പ്രവിശ്യയാണിത്. കാരണം അസീം മുനീറിന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇമ്രാൻഖാന്റെ 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പ് പോലും തെരുവുകളിൽ ആളിക്കത്തുമെന്ന് ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണ അടിത്തറ വളരെ വലുതാണ്. അത് അവർക്ക് കൃത്യമായി അറിയാം. ഇമ്രാൻഖാൻ, ബുഷ്ര ബീബി, നിരവധി നേതാക്കൾ, ആയിരക്കണക്കിന് തൊഴിലാളികൾ എന്നിവരെ ജയിലിലടയ്ക്കുന്നത് തന്റെ സിംഹാസനം ഉറപ്പിക്കുമെന്നാണ് അസീം മുനീർ കരുതുന്നത്. അധികാരമോഹിയും ഭയങ്കരനുമാണ്. എന്നിട്ടും ജനങ്ങളുടെ ഇച്ഛാശക്തി തകർക്കുന്നതിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുന്നു. ഇപ്പോഴും അസീം മുനീർ പുറത്തും ഇമ്രാൻഖാൻ ജയിലിനുള്ളിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പോലും എവിടെയെങ്കിലും ഉയർന്ന് കേൾക്കുന്നത് അസീം മുനീറിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നപ്പോൾ ജയിലിന് ചുറ്റും ആളുകൾ തടിച്ചു കൂടിയത്. 24 മണിക്കൂറിനുള്ളിലാണ് എന്താണ് സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതരായതും.